സുഹൃത്തുക്കളെ മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഓൾ കേരള സെലക്ഷൻ ട്രയൽസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പോസ്റ്റിൽ കണ്ട നമ്പറിലൊന്ന് വിളിച്ചു നോക്കി. അതായത് കാസർഗോഡുള്ള മലബാർ ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു പോസ്റ്റാണിത്. അവരൊരു സെലക്ഷൻ വെക്കുന്നുണ്ട്. 2008-2009 ബാച്ചിനൊരു സെലക്ഷൻ വെക്കുന്നുണ്ട്. 2024 AFF യൂത്ത് ചാമ്പ്യൻഷിപ്പിലെ കാസർഗോഡ് ജില്ലയിലെ ചാമ്പ്യന്മാരാണ് ഈ മലബാർ ഫുട്ബോൾ ക്ലബ്ബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേറ്റ് കളിക്കാൻ പോകാനുള്ള ടീം ഒന്ന് ഉഷാറാക്കുക എന്ന നിലയ്ക്ക് ഒരു ട്രയൽ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിന് പോസ്റ്ററാണിത്. ഈ ട്രയൽ എപ്പോഴാണെന്നുള്ള ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഇത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് അവരറിയിച്ചത്. ഈ ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയാലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ KSL അടക്കമുള്ള ടൂർണമെൻറ്റുകൾ വരുന്നുണ്ട്. ISL ഉണ്ട്, I ലീഗ് ഉണ്ട്. അങ്ങനെ പല ടൂർണമെൻറ്റുകളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ലീഗുകളിൽ നിന്നും അങ്ങനത്തെ ക്ലബ്ബുകളിലേക്കുള്ള അവരുടെ യൂത്ത് ടീമിലേക്കുള്ള സെലക്ഷനൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. സോ അവിടെയൊക്കെ ഇങ്ങനത്തെ സ്കൗട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ നല്ല അക്കാഡമികളിലെ സ്കൗട്ടുകൾ നിങ്ങളെ കാണും എന്നുള്ളതാണ്. സ്കൗട്ട് എന്ന് വെച്ചാൽ സെലക്ടേഴ്സ് നിങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ജില്ലയിലെ ക്ലബ്ബാണ്. ഇവർക്ക് ഈ സമയത്ത് നിങ്ങളെ സൈൻ ചെയ്യിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് കളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ പോയി നിൽക്കേണ്ടി വരും, അവരുടെ ക്യാമ്പിന് നിൽക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങളെ സ്കൂളിംഗ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള ചിലവ്, ഫുഡ്, അക്കോമഡേഷനൊക്കെ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ട്രയലിന് പോകാൻ. അല്ലാതെ പകുതി അവിടെയും പകുതി ഇവിടെയും ആവുന്ന ഒരു സാഹചര്യം വരരുത്. അവർ ശക്തമായ സ്പോൺസർഷിപ്പൊക്കെ നോക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് സെലക്ട് ആകുന്ന കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനും അവർക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ ഉള്ള പദ്ധതികളൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഈ ഓപ്പർച്യൂണിറ്റിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറിപ്പോയാലാണ് നമ്മളെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ കുറുക്ക് വഴി നേരിട്ട് നിങ്ങൾക്ക് KSL ISL ഒന്നും കളിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകണം. അതിനുള്ള തയ്യാറെടുപ്പ് മാനസികമായും ശാരീരികമായും നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രയലിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പുതിയ ട്രയലുകൾ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അറിയിക്കും. സോ നമ്മളെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും.